ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ബാലകാന്ഡം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ബാലകാന്ഡത്തിലെ കഥകളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത അധ്യായം അയോധ്യാകാന്ഡമാണ്. നമ്മൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഞാനിങ്ങനെ ഈ കഥ വളരെ വിശദമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. സാധാരണ നമുക്ക് എല്ലാവർക്കും രാമായണം കഥകൾ അറിയാം. അത് നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ശ്രീരാമചന്ദ്രന്റെ ബാല്യം, വിവാഹം, അതിനുശേഷം അദ്ദേഹത്തിനെ രാജാവായി അഭിഷേകം ചെയ്യാനായിട്ട് പോകുന്ന ഭാഗങ്ങൾ, പിന്നീട് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുന്ന രീതിയിൽ ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാനിത് ഈ 30 ദിവസമായിട്ട് അല്ലെങ്കിൽ 31 ദിവസമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓരോ ഭാഗങ്ങളും അത് വളരെ വിശദമായിട്ട് അവിടെ നടന്ന സംഭാഷണങ്ങൾ ഉൾപ്പെടെ ആണ് പറഞ്ഞു തരുന്നത്. അതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ഭാരതത്തില് വാൽമീകിയാണ് രാമായണം എഴുതിയത്. അത് തന്നെ നാരദമുനി വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുത്തതനുസരിച്ചിട്ടാണ്. അപ്പൊ കുറച്ച് ഭാവനയൊക്കെ കലർത്തിയായിരിക്കാം ഒരു പക്ഷേ വാൽമീകി എഴുതിയത്. വാൽമീകി എഴുതിയ രാമായണം, ആ രാമായണത്തെ ധാരാളം ആളുകൾ അവരുടേതായ രീതിയിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മഹാകവിയായ തുളസീദാസ് രാമായണം വിവർത്തനം ചെയ്തിട്ടുണ്ട്, രാമചരിതമാനസം. അതുപോലെ കമ്പരാമായണം, കൃത്തിവാസ രാമായണം, നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആധ്യാത്മിക രാമായണം, അങ്ങനെ ധാരാളം രാമായണങ്ങളുണ്ട് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ളത്. അതിൽ തന്നെ അധ്യാത്മ രാമായണമാണ് നമ്മൾ കേരളീയര് സാധാരണയായിട്ട് പാരായണം ചെയ്യുന്നത്. അത് വളരെ ചെറിയ രൂപമാണ് അധ്യാത്മ രാമായണം എന്ന് പറയുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ തത്തയെ കൊണ്ട് പാടിക്കാൻ പറ്റുന്ന രീതിയിലാണ് രാമായണം എഴുതിയത് എന്നാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം ലഘുവാക്കി, വളരെ ചെറുതാക്കി, വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അതായത് നത്തയ്ക്ക് പോലും പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമാണ്. ഒരുപാട് വലിയ രീതിയിൽ അതിനകത്ത് എഴുതിയിട്ടില്ല, ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ രാമചരിതമാനസവും അല്ലെങ്കിൽ കൃത്തിവാസ രാമായണവും ഒക്കെ വായിക്കുമ്പോൾ, കമ്പരാമായണവും ഒക്കെ വായിക്കുമ്പോൾ അതൊക്കെ വളരെ വലുതാണ്, ബൃഹത്താണ്. ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെ അതിനകത്തുണ്ട്. അത്രയും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാത്മ രാമായണത്തില്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്ന പല കഥകളും ഇത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് ആ കഥയിൽ, അധ്യാത്മ രാമായണം എന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഇല്ലാത്തത്. കഥാരൂപത്തിൽ പറയുമ്പോൾ നമ്മൾ അത് കുറച്ചും കൂടെ വിശദമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കണ്ണടച്ചിരുന്ന് ഈ കഥ കേൾക്കണം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളും ആ കൊട്ടാരത്തിലുണ്ട്. സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രന്റെയും വിവാഹത്തിൽ നിങ്ങളും പങ്കെടുത്തിരുന്നു. അതിനുശേഷം പരശുരാമനെ കണ്ട സമയത്ത് അവിടെ നിങ്ങളും ഉണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേക സമയത്ത് ആ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കാണണം. അങ്ങനെ കണ്ട് ഈ കഥാഭാഗത്തിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോകണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു അടുപ്പം ഇതുമായിട്ടുണ്ടാകും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന എല്ലാവരും എനിക്ക് കമന്റ് ഇടണം. അങ്ങനെ നമുക്ക് ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ജീവിതത്തിലൂടെ സഞ്ചരിക്കാം. ഇനി നമുക്ക് അയോധ്യാകാന്ഡത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ വിവാഹ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ദശരഥ മഹാരാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള ചില രാജാക്കന്മാര് രാജാവിനെ സന്ദർശിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുന്നു. അവര് ധാരാളം വിവാഹ സമ്മാനങ്ങൾ ദശരഥ മഹാരാജാവിന് കൊടുക്കുന്നുണ്ട്. ആന, കുതിര, രത്നങ്ങൾ, ആഭരണങ്ങൾ ഇവയൊക്കെയാണ് കൊടുക്കുന്നത്. അവര് കൈകൂപ്പി പ്രണമിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിനോട് പറയുകയാണ്, രാജാവേ, അങ്ങ് ലോകനാഥനാണ്. ഞങ്ങൾക്ക് ഒരു അപേക്ഷയുണ്ട്.
സർവഗുണങ്ങളും തികഞ്ഞ രാമനെ അങ്ങ് രാജാവാക്കിയാലും. തലയിൽ കുടുമ കെട്ടിയ ബാലനെ ഭയന്ന് മാരീച രാക്ഷസൻ ഓടി ഒളിച്ചു. അതുകൊണ്ട് 3 ലോകത്തിലും രാമനെ പോലെ ഒരാളില്ല. രാമൻ രാജാവായാൽ എല്ലാവർക്കും സന്തോഷമാകും. ഇങ്ങനെ ആ രാജാക്കന്മാര് ദശരഥ മഹാരാജാവിനോട് പറയുകയാണ്. ഇവിടെ കുടുമ കെട്ടിയ ബാലൻ എന്ന് പറഞ്ഞത് എന്തിനെയാണ്? മാരീചനെയും മറ്റു രാക്ഷസന്മാരെയും ഒക്കെ വധിക്കുന്നതിനായിട്ട്, താടകയും ഒക്കെ വധിക്കുന്നതിനായിട്ട് രാമനും ലക്ഷ്മണനും പോയത് താപസ വേഷത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രയോഗം ഇവിടെ ഉണ്ടായത്. മാരീചനെ വധിച്ചില്ല, മാരീചൻ ഓടിപ്പോവുകയായിരുന്നു ചെയ്തത്. അതൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഈ രാജാക്കന്മാർ പറഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവിന് വളരെയധികം സന്തോഷമായി. എന്നിട്ട് ദശരഥ മഹാരാജാവ് പറയുകയാണ്, എത്രയും പെട്ടെന്ന് കുലപുരോഹിതനായ വസിഷ്ഠനെ വിളിപ്പിക്കും. രാമനെ രാജാവാക്കാം, എല്ലാവർക്കും സന്തോഷമാകട്ടെ. അങ്ങനെ രാജാവിന്റെ ആജ്ഞ കേട്ട് എല്ലാവരും വസിഷ്ഠനെ വിളിക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്തു. അങ്ങനെ വസിഷ്ഠൻ വന്നു. രാമനെ രാജാവാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം എത്തുകയാണ്. പട്ടാഭിഷേക ദിവസത്തിന്റെ തലേ ദിവസം, അന്ന് അധിവാസമാണ്. അധിവാസത്തിന് വേണ്ട ദ്രവ്യങ്ങൾ വസിഷ്ഠൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഒരുക്കി. എന്നിട്ട് ദശരഥ മഹാരാജാവ് സുമന്ത്രരോട് പറയുകയാണ്, സുമന്ത്രരെ, രാമനെ വേഗം വിളിച്ചുകൊണ്ട് വരിക. ദശരഥ മഹാരാജാവിന്റെ ആജ്ഞ കേട്ട ഉടൻ തന്നെ സാരഥി ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്നു. രാമൻ അച്ഛനെ നമസ്കരിച്ചു. അച്ഛൻ മകനെ അനുഗ്രഹിച്ചു. എന്നിട്ട് സന്തോഷപൂർവം സിംഹാസനത്തിൽ ഇരുത്തി. പൂർണ്ണചന്ദ്രൻ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ടതുപോലെ ബന്ധുമിത്രാദികളാൽ ചുറ്റപ്പെട്ട് രാമൻ ഇരുന്നു. എന്നിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയാണ്, പട്ടമഹിഷിയുടെ പുത്രനാണ് നീ. നീ പഠിച്ച വിദ്യകളെ പറ്റി എല്ലാവർക്കും അറിയാം. രാജധർമ്മവും വിവിധ നീതികളും ധർമ്മമാർഗവും നിനക്കറിയാം. എല്ലായിടത്തും കീർത്തി പരക്കുമാറ് നീ പ്രജകളെ പരിപാലനം ചെയ്യണം. ദിനം തോറും മഹത്വം വർദ്ധിക്കുന്ന രാജനീതി നീ പതുക്കെ പഠിച്ചുകൊള്ളുക. സുന്ദരികളായ അന്യ സ്ത്രീകളെ കണ്ടാൽ അവിടേക്ക് നീ നോക്കരുത്, മുകളിലേക്ക് തന്നെ നോക്കണം. രാജാവ് പരദ്വാര സേവ ചെയ്താൽ താനും ലോകവും നശിക്കും. പരപീഡയും പരഹിംസയും ചെയ്യരുത്. അന്യന്റെ മുതൽ ഒരിക്കലും മോഹിക്കരുത്. ശരണം പ്രാപിച്ചാൽ ശത്രുവിനെയും രക്ഷിക്കണം. ഒരുവൻ വലിയ തെറ്റു ചെയ്താൽ മാത്രമേ അവന്റെ ജീവൻ എടുക്കാവൂ, അല്ലെങ്കിൽ ഒരിക്കലും അവന്റെ ജീവൻ എടുക്കരുത്. അത് പാപമാണ്. ജപതപ ധർമ്മകാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യണം. ദേവഭക്തി ഒരിക്കലും കുറയരുത്. യജ്ഞങ്ങൾ കൊണ്ട് കീർത്തി സമ്പാദിക്കുക. സർവലോകത്തോടും ദയാലുവായിരിക്കണം. പരദ്വാര ഗ്രഹണവും പരപീഡയും ചെയ്യുന്നവരെ ശാസ്ത്രമനുസരിച്ച് ശിക്ഷിക്കണം. ഇവിടെ പരദ്വാര ഗ്രഹണം എന്ന് പറഞ്ഞിരിക്കുന്നത് അന്യന്റെ സ്ത്രീകളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരെ ശാസ്ത്രം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം. അതിൽ ദോഷമില്ല എന്ന് ദശരഥ മഹാരാജാവ് രാമന് പറഞ്ഞു കൊടുക്കുന്നു. ദുഃഖിതനും അനാഥനുമായവനെ രക്ഷിക്കുന്നത് എല്ലാ ശാസ്ത്രം അനുസരിച്ചിട്ടും പുണ്യമാണ്. ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും വന്ദിക്കണം. അവരുടെ വാക്കുകൾ അനുസരിക്കണം. അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു രാജാവ് രാജ്യത്തിലെ മനുഷ്യരോട് മാത്രമല്ല സർവപക്ഷി മൃഗാദികളോടും കരുണയുള്ളവനായിരിക്കണം.
പശുപാലനം നടത്തണം. പശുക്കളെ ദ്രോഹിക്കരുത്. ഇങ്ങനെ ദശരഥ മഹാരാജാവ് രാമനെ രാജനീതി പഠിപ്പിക്കുന്നത് കേട്ട് കൗസല്യ വളരെയധികം സന്തോഷിച്ചു. രാമന്റെ നന്മയ്ക്ക് വേണ്ടി റാണി സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും അന്നവും കണക്കില്ലാതെ ദാനം ചെയ്തു. എല്ലായിടത്തും എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്ന് ധനം നൽകി അവർ സന്തോഷിപ്പിച്ചു. വന്നവരൊക്കെ ശ്രീരാമചന്ദ്രൻ രാജാവാകും എന്നു കേട്ട് വളരെയധികം സന്തോഷിച്ചു. രാമൻ രാജാവായാൽ ആർക്കും യാതൊരു ദുഃഖവും ഉണ്ടാവുകയില്ല. ചിലർ പാടി, ചിലരാടി. അങ്ങനെ അയോധ്യാവാസികളെല്ലാം അവരുടെ സന്തോഷങ്ങൾ അവർക്ക് ആവും വിധം പ്രകടിപ്പിച്ചു. അവരെല്ലാവരും രാമനെ കാണാനായിട്ട് രാമന്റെ അടുത്ത് എത്തിച്ചേർന്നു. എല്ലാവരെയും വേണ്ട വിധം ആദരിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ അമ്മയെ കാണാനായിട്ട് പോയി. മാതൃഗൃഹത്തിൽ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. ആ രാത്രി രാമൻ അമ്മയോടുകൂടി അമ്മയുടെ ഗൃഹത്തിൽ കഴിഞ്ഞുകൂടി. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു. അച്ഛൻ പറഞ്ഞ വാക്കുകളെയൊക്കെ രാമൻ ഓർത്തു. ഭക്തിയോടുകൂടി പിതാവിന്റെ പാദങ്ങളിൽ രാമൻ വന്ദിച്ചു. അച്ഛൻ മകനെ ആശീർവദിച്ചു. സിംഹാസനത്തിൽ ഇരുത്തിക്കൊണ്ട് രാജാവ് പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കൂ മകനെ, ഞാൻ ചെയ്ത കർമ്മങ്ങളെ പറ്റി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഒരു കാര്യം പറയട്ടെ, ഇവിടെ ദശരഥ മഹാരാജാവ് മുമ്പ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുമൊക്കെ നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം നമ്മുടെ ഭാരതത്തിലെ രാജാക്കന്മാരൊക്കെ എത്ര നീതിമാന്മാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഈ വാക്കുകളിൽ കൂടിയാണ്. നമ്മുടെ സനാതന ധർമ്മം, നമ്മുടെ ഭാരതീയ സംസ്കാരം എത്ര വലുതായിരുന്നു എന്നുള്ളതും നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹിന്ദുമതം നന്മയുള്ള മതമാണ്. അതില് പല ഉച്ചനീചത്വങ്ങളും വന്നത് പിന്നീട് വന്ന പലരും അത് കളങ്കിതമാക്കിയത് കൊണ്ടാണ്. നമ്മുടെ ധർമ്മം ഒരിക്കലും ഉച്ചനീചത്വങ്ങളോ ജാതി വെറിയോ ഒന്നുമുള്ളതല്ല. നന്മയുള്ളതും നീതിയുള്ളതുമായിരുന്നു. എല്ലായിടത്തും ഉണ്ടല്ലോ ചില പുഴുക്കുത്തുകൾ. രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ സ്വർഗാരോഹണത്തിനു ശേഷം പിന്നീട് വന്ന ആളുകള് അതിനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പലതും മാറ്റിമറിച്ചത് കൊണ്ടാണ് ധാരാളം ദോഷങ്ങൾ നമ്മുടെ മതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് നമ്മളെല്ലാവരും രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയുമാണ് ഫോളോ ചെയ്യേണ്ടത്. അവിടെ അവരെന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രം നമ്മൾ ഓർത്താൽ മതി. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഈ സംഭാഷണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയാണ്, ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദേവന്മാരെ യജ്ഞം കൊണ്ടും പിതൃക്കളെ ശ്രാദ്ധം കൊണ്ടും ഞാൻ തൃപ്തിപ്പെടുത്തി. രാജാവായി ലോകരക്ഷ ചെയ്തു. യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് നിന്നെ എനിക്ക് മകനായി ലഭിച്ചത്. രാജധർമ്മം നടത്തുവാൻ നിന്നെ ഞാൻ രാജാവാക്കുകയാണ്. എനിക്ക് വാർദ്ധക്യമായി, ഏതു സമയത്ത് വേണമെങ്കിലും മരിക്കാം. ഇന്നു മുതൽ രാജ്യഭാരം നിനക്ക് ഞാൻ നൽകുന്നു. എല്ലാവരെയും നീ പരിപാലിക്കണം, സ്വപക്ഷത്തെ വളർത്തണം, ശത്രുക്കളെ സംഹരിക്കണം. എങ്കിലും ഞാൻ ഇന്ന് ദുസ്വപ്നത്തിൽ ചില ദുർനിമിത്തങ്ങൾ കണ്ടു. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊള്ളിയാൻ വീണു. പൂർണ്ണ ചന്ദ്രഗ്രഹണം, അമാവാസി നാൾ. ഇത് വളരെ ചീത്തയാണ്. കഴുതപ്പുറത്ത് കയറി ഞാൻ തെക്കോട്ട് സഞ്ചരിക്കുന്നതും ഞാൻ സ്വപ്നം കണ്ടു. മരണം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സ്വപ്നഫലം. നീ രാജാവായാൽ എൻ്റെ ജീവിതം സഫലമായി. അനുജൻ ഭരതന്റെ ഇംഗിതം എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ജ്യേഷ്ഠനുള്ളപ്പോൾ അനുജന് രാജ്യത്തിന് അവകാശമില്ല. അതിനാൽ
നീ രാജാവാകാം എന്ന് നീ സമ്മതിക്കണം. പലയിടത്തായി നിനക്ക് 100 കണക്കിന് ശത്രുക്കളുണ്ട്. ആരാണ് ശത്രു, ആരാണ് മിത്രമെന്ന് ആർക്കറിയാം? ആരാണ് പാഷണ്ഡൻ എന്നറിയില്ല. ഞാനുള്ളപ്പോൾ തന്നെ. അതുകൊണ്ട് നീ വെൺകൊറ്റക്കുട ചൂടുക, കിരീടം ധരിക്കുക, ചെങ്കോൽ ഏന്തുക. ഇന്ന് പുണർദം നക്ഷത്രം, ശുഭനക്ഷത്രം, അധിവാസം ചെയ്യാം. നാളെ പൂയം നാൾ. പ്രഭാതത്തിൽ വെൺകൊറ്റക്കുട ചൂടി ചെങ്കോലണിയാം. ഇങ്ങനെ ദശരഥ മഹാരാജാവ് മകനോട് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ് ദശരഥൻ രാമനെ അനുഗ്രഹിച്ചു. രാമൻ അച്ഛൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അതിനുശേഷം രാമൻ അന്തഃപുരത്തിലേക്ക് ചെന്നു. കൗസല്യ സഖികളാൽ ചുറ്റപ്പെട്ട് ഇരിക്കുന്നു. 700 രാജ്ഞിമാരും സന്തോഷത്തിലാണ്. പലവിധ ദ്രവ്യങ്ങളെ കൊണ്ട് റാണി ദേവപൂജ ചെയ്യുമ്പോഴാണ് രാമൻ അവിടേക്ക് കടന്നു വന്നത്. സന്തോഷത്തോടു കൂടി വന്ന രാമൻ അമ്മയെ വന്ദിച്ചു. എന്നിട്ട് തൊഴുകൈയോടുകൂടി വിവരങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു. അച്ഛൻ രാജ്യം മുഴുവനും എനിക്ക് തന്നിരിക്കുന്നു. ഇന്ന് അധിവാസമാണമ്മേ, നാളെ അഭിഷേകം. എന്നെ രാജാവാക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ ശുഭവാർത്ത പറയുവാനായിട്ടാണ് ഞാനിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വന്നത്. അമ്മ വിവിധ ദ്രവ്യങ്ങളെ കൊണ്ട് ഇഷ്ടദേവന് പൂജ കഴിച്ചാലും ഈശ്വരൻ നമ്മളിൽ പ്രസാദിക്കട്ടെ. ഇങ്ങനെ രാമൻ പറയുന്നത് കേട്ടപ്പോൾ കൗസല്യ രാമന് സന്തോഷത്തോടു കൂടി മംഗളം നേർന്നു. രാമ ചിരഞ്ജീവിയായിരിക്കട്ടെ. പാർവതീദേവിയും മഹാദേവനും നിനക്ക് തുണയായിരിക്കട്ടെ. ശിവനെ എത്ര കഠിനമായ നിഷ്ഠയോടുകൂടി എത്ര തവണ പൂജിച്ചിട്ടാണ് നീ എൻ്റെ ഉദരത്തിൽ പിറന്നത്. ശുഭമുഹൂർത്തത്തിലാണ് നീ ജനിച്ചത്. നീ നിമിത്തം ഞാൻ രാജമാതാവാകുന്നു. സപത്നി സുമിത്രയ്ക്ക് എന്നോട് വളരെയധികം മമതയുണ്ട്. അവളുടെ പുത്രൻ നിന്റെ ഭക്തനാണ്. എല്ലായ്പ്പോഴും നിന്റെ വിജയം ആഗ്രഹിക്കുന്ന സുമിത്രയുടെ പുത്രൻ നിന്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കും. നിനക്ക് അവൻ നന്മ ചെയ്യും. ഇങ്ങനെ കൗസല്യാദേവി പറഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ലക്ഷ്മണൻ കൗസല്യയെ കൈകൂപ്പി വന്ദിച്ചു. പരമമായ പ്രേമത്തോടു കൂടി തോളിൽ തട്ടിക്കൊണ്ട് രാമൻ പറയുകയാണ്, ലക്ഷ്മണ, അനുജ, എൻ്റെ ഭക്തനും ധീരനുമാണു നീ. ഞാനും നീയും രണ്ടല്ല. എനിക്ക് രാജ്യം കിട്ടിയാൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് കാര്യങ്ങൾ നടത്തും. ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞതിന് ശേഷം രാമൻ അവിടെ നിന്നും പോയി. റാണിമാരെല്ലാവരും രാമനെ അനുഗ്രഹിച്ചു. അതിനുശേഷം രാമനും ലക്ഷ്മണനും കൂടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. രാജാവ് പറഞ്ഞു, ശുഭമുഹൂർത്തത്തിൽ തന്നെ രാമൻ വന്നിരിക്കുന്നു. വസിഷ്ഠൻ, നാരദൻ മുതലായവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഉത്തരവനുസരിച്ചിട്ട് ഒരുക്കങ്ങളെല്ലാം എല്ലാവരും ചെയ്തു. അടുത്ത രാജ്യങ്ങളിൽ നിന്ന് എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു വരുത്തിയിരുന്നു. രാമൻ രാജാവാകും. എല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നി. വിദ്യാധരികൾ നൃത്തമാടി, ഗന്ധർവന്മാർ പാട്ടുപാടി, 4 ദിക്കിലും മംഗളധ്വനികൾ ഉയർന്നു. ലക്ഷം ലക്ഷം വർണ്ണക്കൊടികൾ പറന്നു. നാനാ ദിക്കുകളിൽ നിന്നും രാജാക്കന്മാർ സൈന്യസമേതം എത്തിച്ചേർന്നു. ആനകളും കുതിരകളും തേരുകളും തേരാളികളും വർണ്ണപ്പകിട്ടോടെ ഒരുങ്ങി നിന്നു. നാനാതരം വാദ്യങ്ങൾ മുഴങ്ങി. അധിവാസ കർമ്മം ചെയ്യിപ്പിക്കുന്നതിനായി വസിഷ്ഠൻ അവിടെ എത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ. നിങ്ങൾ രാമന്റെ അധിവാസത്തിൽ പങ്കെടുക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുക. ഈ ചടങ്ങുകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരിക. അങ്ങനെ അധിവാസ കർമ്മം ചെയ്യുന്നതിനായിട്ട് ഇതാ വസിഷ്ഠൻ എത്തിയിരിക്കുന്നു. ജയ് ശ്രീറാം ശബ്ദത്തോടുകൂടി വേദമന്ത്രങ്ങൾ ഉരവിട്ടു.
നെയ്വിളക്കുകൾ തെളിയിച്ചു. നാളികേരവും പാക്കും വെച്ചു. രത്നങ്ങൾ കൊണ്ടുവന്നു. ലോകത്തിൽ കിട്ടാവുന്ന വിശിഷ്ട ഉപഹാരങ്ങൾ കൊണ്ട് ഭണ്ഡാരം നിറഞ്ഞു. അയോധ്യാവാസികൾ എല്ലാവരും ആനന്ദചിത്തരായി. അയോധ്യ നഗരത്തിലേക്ക് രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നു. ചിലർ നൃത്തം ചെയ്തു. ദേവന്മാർ അധിവാസക്രിയ കാണുവാനായി അവരവരുടെ വാഹനങ്ങളിൽ വന്ന് ആകാശത്തിൽ നിരന്നു നിന്നു. ബ്രഹ്മാവ്, മഹേശ്വരൻ തുടങ്ങിയ ദേവന്മാർ, ദുർഗാ ഭഗവതി തുടങ്ങിയ ദേവിമാർ, അടുത്തും അകലെയുമുള്ള സർവജനങ്ങളും എല്ലാവരും അധിവാസം കാണുവാനായി എത്തിച്ചേർന്നു. അപ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടായി. എല്ലാ സന്യാസിമാരും അവിടേക്ക് എത്തിച്ചേർന്നു. സന്യാസിമാരെ രാമൻ നമസ്കരിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ശാസ്ത്രവിധി അനുസരിച്ച് ഞാൻ അധിവാസം നടത്തുകയാണ്. അച്ഛന്റെ സന്നിധിയിൽ വെച്ച് നഹുഷന് മുമ്പിൽ യയാതി എന്നതുപോലെ ചെങ്കോൽ ഏന്തുക, വെൺകൊറ്റക്കുട പിടിക്കുക. ഇങ്ങനെ വസിഷ്ഠൻ പറഞ്ഞിട്ട് അദ്ദേഹം വേദമന്ത്രങ്ങൾ ചൊല്ലി. എമ്പാടും ജയ ജയ ശബ്ദം മുഴങ്ങി. രാമന്റെ അധിവാസ കർമ്മം അങ്ങനെ പൂർണ്ണമായി. ദേവന്മാർ സന്തോഷപൂർവം ഈ ചടങ്ങുകളെല്ലാം വീക്ഷിച്ചിട്ട് ദേവലോകത്തിലേക്ക് മടങ്ങിപ്പോയി. സ്ത്രീകൾ ജയശബ്ദം മുഴക്കി. അവർ വായ്ക്കുരവ ഇട്ടു. അയോധ്യ നഗരം നൃത്തവും സംഗീതവും കൊണ്ട് തുടിച്ചു നിന്നു. രാമനും സീതയും അന്ന് ഉപവസിച്ചു. ശരീരമാകെ ചന്ദനം പൂശി രത്നവും ധനവും ദാനം ചെയ്തു. വസിഷ്ഠൻ അധിവാസ കർമ്മം ശുഭമുഹൂർത്തത്തിൽ പൂർണ്ണമായി എന്ന് അറിയിച്ചു. ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നൽകി. അങ്ങനെ അധിവാസ കർമ്മം കണ്ട് എല്ലാവരും സന്തോഷിച്ചു. അതിനുശേഷം രാജാക്കന്മാരും ജനങ്ങളും എല്ലാവരും തന്നെ അവരവരുടെ സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എല്ലായിടത്തും സുഗന്ധം പരന്നു. ദേവതുല്യമായ വേഷത്തോടുകൂടി എല്ലാവരും ഉറങ്ങി. രാത്രിയുടെ അന്ത്യത്തിൽ സൂര്യൻ ഉദിച്ചു. ആനന്ദ ഹൃദയത്തോടുകൂടി അയോധ്യ നഗരത്തിൽ എല്ലാവരും ഉണർന്നു. രഥങ്ങളും തേരാളികളും അണിഞ്ഞൊരുങ്ങി. നാനാവാദ്യങ്ങൾ മുഴങ്ങി. ജയശബ്ദവും ആർപ്പും കുരവയും ഉയർന്നു. ധനികനും ദുഃഖിതനും എല്ലാം ഒരുപോലെ ആനന്ദിച്ചു. എല്ലാ വീടുകളിലും പൂമണവും ആമോദവും നിറഞ്ഞു. അയോധ്യയിൽ എല്ലായിടത്തും സ്വർഗപുരി എന്ന വണ്ണം ആനന്ദവും നൃത്തവും സംഗീതവും മാത്രം. അയോധ്യ ദേവലോകം പോലെ തോന്നിച്ചു. എല്ലാവരും വിചാരിച്ചു, രഘുപതി ഇന്ന് രാജാവാകും. ജനങ്ങളുടെ ദുഃഖങ്ങൾക്കെല്ലാം അറുതിയുണ്ടാകും. രാമൻ രാജാവായാൽ പിന്നെ ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല. ഭയം വേണ്ട, എന്നും ആനന്ദമായിരിക്കും. രാമരാജ്യം ഉണ്ടാകും. രാമരാജ്യത്തിൽ എല്ലാവർക്കും സുഖമായും സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാൻ സാധിക്കും. എന്നും ആനന്ദമായിരിക്കും. രാമനാമം കൊണ്ട് നിർവൃതി നേടുകയും ചെയ്യാം. രാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ രാമൻ നടത്തിക്കൊടുക്കും. എല്ലാവർക്കും വൈകുണ്ഠവാസം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലാം വിചാരിച്ച് എല്ലാവരും ആനന്ദ നൃത്തം ആടി. അയോധ്യയിലുള്ളവരൊക്കെ എല്ലാ ദുഃഖങ്ങളും വെടിഞ്ഞു. സന്തോഷത്താൽ അവരുടെ മനസ്സ് നിറഞ്ഞു. നാനാ വസ്ത്രാലങ്കാരങ്ങൾ കൊണ്ട് എല്ലാവരും ദേവീ ദേവന്മാരെ പോലെ തോന്നിച്ചു. ഞങ്ങളുടെ രാമന്റെ പട്ടാഭിഷേകമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആനന്ദത്തോടുകൂടി വീണ്ടും വീണ്ടും ജയശബ്ദം അവർ മുഴക്കി. അങ്ങനെ അയോധ്യ നഗരി ഇന്ദ്രന്റെ ദേവലോകം പോലെ മനോഹരമായി തീർന്നു.
അയോധ്യയിലെ ജനങ്ങൾ എല്ലാവരും ദേവീ ദേവന്മാരെ പോലെ തോന്നിച്ചു. അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റത്. ഹരേ കൃഷ്ണ. ഇതാണ് അയോധ്യാകാന്ഡത്തിലെ ആദ്യ ഭാഗം. അയോധ്യാകാന്ഡത്തിലെ ഈ കഥാഭാഗം, ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ കഥാഭാഗം കേട്ടാൽ എല്ലാവരുടെയും സർവ്വ ദുഃഖങ്ങളും അകലുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഭാഗം ദയവ് ചെയ്ത് ഒരു തവണ കേട്ടാൽ പോരാ, വീണ്ടും 1 or 2 തവണ കൂടി കേൾക്കണം. അങ്ങനെ കേട്ടാൽ സർവേശ്വരൻ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ സർവ്വ ദുഃഖങ്ങളും അകലും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു, മനസ്സുകൊണ്ടെങ്കിലും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ലോകത്തിൽ അനേകം പുണ്യം ചെയ്തവർക്കും മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് 1 or 2 തവണ കൂടി വീണ്ടും കേട്ടാൽ കൂടുതൽ നിങ്ങൾക്ക് ആ കഥാഭാഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ആ രംഗങ്ങളെല്ലാം വളരെ മികവുറ്റതാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി നിങ്ങൾ ഓർക്കുക. ഒരു തവണ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കേട്ടുപോകും. പക്ഷെ 2ാമത്തെ തവണ കൂടി നമ്മൾ ആ ഒരു ഹാങ് ഓവറിൽ ഇരുന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും തീർച്ചയായിട്ടും ഞാനും ആ ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷേ ഈ കഥ കേൾക്കുന്ന 1000 പേരോ അല്ലെങ്കിൽ 2000 പേരോ അല്ലെങ്കിൽ 3000 പേരോ ഒക്കെ കാണുമായിരിക്കും നമ്മുടെ ഈ മാധവത്തിലൂടെ കേൾക്കുന്ന. ഈ കേൾക്കുന്ന എല്ലാവരും നിങ്ങൾ ഉറപ്പിച്ചു വിശ്വസിച്ചു കൊള്ളുക, നിങ്ങളും നിങ്ങളുടെ മുൻ ജന്മത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നിങ്ങളും അതിലൊരു കഥാപാത്രമായിരുന്നു, ഉറപ്പാണ്. കാരണം ഈ ജന്മത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരും നമ്മൾ കേൾക്കുന്നവരും കേൾക്കുന്ന ശബ്ദങ്ങളും കണ്ടുമുട്ടുന്ന ആളുകളെയും എല്ലാം നമ്മൾ മുൻ ജന്മത്തിൽ പരിചയപ്പെട്ടവരായിരിക്കും. കാരണം നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കും അല്ലേ? ഓരോ സ്ഥലങ്ങളിലും നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ധാരാളം ആളുകളെ നമ്മൾ കണ്ടെത്തും. അങ്ങനെ അവരുമായിട്ടൊക്കെ നമുക്ക് സൗഹൃദമുണ്ടാകും, കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകും. ചിലർ നമ്മെ ദ്രോഹിക്കും, ചിലർ നമ്മളെ സഹായിക്കും. തിരിച്ചു നമ്മളും അങ്ങനെ തന്നെ. ഇതൊക്കെ ഒരു മുൻജന്മ കർമ്മത്തിന്റെ ഫലമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഉദാഹരണമായിട്ട് നിങ്ങൾ പാലക്കാട് താമസിക്കുന്ന ഒരാളാണ് എന്ന് കരുതുക. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തി എന്ന് കരുതുക. ഈ തിരുവനന്തപുരത്ത് വന്ന് നിങ്ങൾ താമസിക്കുന്ന സമയത്ത് നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളും കാണും, നിങ്ങൾക്ക് സഹായം ചെയ്തു തരുന്ന ആളുകളും കാണും അല്ലേ? ഇവരുമായി നിങ്ങൾക്ക് മുമ്പ് എന്ത് പരിചയമാണ് ഉണ്ടായിരുന്നത്? ഒരു പരിചയവുമില്ല. പക്ഷേ നിങ്ങളെ ദ്രോഹിക്കുന്ന ആളുകളും നിങ്ങളെ സഹായിക്കുന്ന ആളുകളെയും ഒക്കെ നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ട് മുൻജന്മങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അവരാണ് പിന്നീട് പല പല സ്ഥലങ്ങളിലും വെച്ച് നമ്മളെ കാണുന്നതും നമുക്ക് സഹായമായി തീരുന്നതും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ലോകത്ത് എത്ര മലയാളികളുണ്ട്, എത്ര ആളുകളുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് രാമായണം വായിക്കാൻ സാധിക്കുന്നത്, രാമായണം കഥകൾ കേൾക്കാൻ സാധിക്കുന്നത്. ആ കഥകൾ തന്നെ നമ്മുടെ മാധവത്തിലൂടെ കേൾക്കാൻ സാധിക്കുന്നത് അതിലും വളരെ കുറഞ്ഞ ആളുകൾക്കാണ്. അപ്പൊ ഇതൊക്കെ ഒരു കർമ്മഫലമാണ്. എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങൾ ആ കഥകൾ കേൾക്കുന്നു, അതും ഒരു കർമ്മബന്ധമാണ്. നമ്മൾ അതൊക്കെ ഓർക്കുക. നിങ്ങൾക്ക് എനിക്കിത് പറഞ്ഞു തരാൻ സാധിക്കുന്നതും എൻ്റെ കർമ്മബന്ധമാണ്. ഈശ്വരന്റെ ഒരു നിയോഗമാണ് അങ്ങനെ ചെയ്യുക എന്നുള്ളത്. കാരണം ഈശ്വരൻ തീരുമാനിച്ചിരിക്കുന്നു, നീ ഇത് പറയുക, നിന്നിലൂടെ ഇത്രയും ആളുകൾ ഈ കഥ കേൾക്കുക, ഇത്രയും ആളുകൾ ആ കഥ, അതിൽ തന്നെ എത്ര ആളുകൾക്കാണ് തൻ്റെ മനസ്സിലേക്ക് ഈ കഥ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്? അതും ഈശ്വര നിശ്ചയമാണ്. ചിലരിങ്ങനെ കേട്ടുപോകും, ചിലരുടെ മനസ്സിലേക്ക് ആ കഥകളും കഥാപാത്രങ്ങളും ഇങ്ങനെ കടന്നു വരും. അതൊക്കെ ഈശ്വരൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്.
ഭഗവാന്റെ അനുഗ്രഹം അത് നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് നേരായ മാർഗത്തിൽ കൂടി സഞ്ചരിക്കാനും ശരിയായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളാണ് നമ്മളെ പലപ്പോഴും ദുഃഖത്തിൽ കൊണ്ടുവന്ന് ചാടിക്കുന്നത്. അതുകൊണ്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ഗുരുക്കന്മാർ. അതിനെക്കാട്ടി ഉപരി സർവേശ്വരന്റെ അനുഗ്രഹം, നമ്മുടെ മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ ശബ്ദത്തിലൂടെയും ഗുരുക്കന്മാരുടെ ശബ്ദത്തിലൂടെയും ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാകണം. ചില സമയത്ത് അവർക്ക് പോലും നമ്മളെ സഹായിക്കാൻ സാധിക്കുകയില്ല. അവരുടെ ഉപദേശങ്ങൾ പോലും പലപ്പോഴും നമുക്ക് ദോഷമായി വരുന്ന സാഹചര്യവും ഈ കലിയുഗത്തിലുണ്ട്. അവിടെ സഹായിക്കേണ്ടത് ആരാണ്? സർവേശ്വരനാണ്. സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ ഉപദേശങ്ങൾ പോലും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടത്. അതുകൊണ്ട് ദൈവഭക്തിയോടുകൂടിയും ദൈവവിശ്വാസത്തോടു കൂടിയും ഇവിടെ ദശരഥ മഹാരാജാവ് രാമന് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ നമ്മളും അനുസരിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും സർവേശ്വരന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. അവിടെ രാജാവ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. അതായത് ദേവന്മാരെ യജ്ഞം കൊണ്ടും പിതൃക്കളെ പിതൃബലി കൊണ്ടും ശ്രാദ്ധം കൊണ്ടും, അങ്ങനെ ശ്രാദ്ധം കൊണ്ടും അവരെ സന്തോഷിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കർക്കിടക മാസത്തില് നമ്മൾ മലയാളികള് കർക്കിടക വാവ് ബലി ഇടാറുണ്ട്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടി നിങ്ങൾ ബലിയിടണം. അതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് ബലിയിടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായെങ്കിൽ പിതൃനമസ്കാരത്തിനോ തിലഹോമത്തിനോ ഒക്കെ തന്നെ ഇന്ന് അവസരമുണ്ട്. അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം. അന്നേ ദിവസം അവരെ ഓർക്കണം, അവരുടെ അനുഗ്രഹത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. അത്രയുമെങ്കിലും നിങ്ങൾ ചെയ്യുക. കാരണം പിതൃക്കളുടെ അനുഗ്രഹം അത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പുരാണങ്ങളില് ഇതിഹാസങ്ങളൊക്കെ തന്നെ ഈ കാര്യങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാമായണത്തിലും നമ്മൾ ഭാഗവതം പഠിച്ചപ്പോൾ ഭഗവാൻ ചെയ്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. അങ്ങനെ അത് വളരെ ശ്രേഷ്ഠകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പിതൃപൂജകളും ശ്രാദ്ധവുമൊക്കെ വിധിയാവണ്ണം അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശരിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം. എതിർത്ത് അഭിപ്രായമുണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് ഞാനിങ്ങനെ പറയുകയാണല്ലോ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ന് എനിക്കറിയാൻ സാധിക്കുന്നത് നിങ്ങൾ എത്ര ലൈക്ക് ചെയ്തു, നിങ്ങൾ എത്ര തവണ എന്നോട് എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ടാണ്. നിങ്ങൾ ഓരോ തവണയും എനിക്കിഷ്ടപ്പെട്ടു എന്ന് ഒന്ന് കുറിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഥകൾ പറഞ്ഞു തരാനുള്ള ഊർജം എനിക്ക് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. എന്നും മാധവത്തിന്റെ കൂടെ ഉണ്ടാകണം. കഥകളും പ്രാർത്ഥനകളുമൊക്കെയായി നമുക്ക് മുമ്പോട്ട് പോകാം. അത് മാത്രമേ ഈ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. സർവേശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ഹരേ കൃഷ്ണ.